കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടും നിങ്ങളുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വെയിറ്റ് ഗെയിൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കട്ടോ. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം പാലെടുത്തിട്ടുണ്ട്. പാലിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് ആ പാലെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പശുവിൻ പാലോ യൂസ് ചെയ്യാം. ഇപ്പോൾ പശുവിൻ പാൽ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടിയിട്ട് നമുക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും. പാക്കറ്റ് കവർ പാലാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പാലെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ട് വേണം നമ്മൾ പാല് ഈ ഒരു ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഹോർലിക്സ് ആണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു രീതിയിലാണ് നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന എമൗണ്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റാഗിയാണ്. കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അവരുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് റാഗി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതാ ഇതുപോലെ റാഗി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇങ്ങനെ നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു പാത്രത്തിലായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് നിങ്ങൾക്കൊരു മിക്സഡ് ജാർ യൂസ് ചെയ്തിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് റാഗിയുടെ പൗഡർ ഫോമിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ റാഗി പൊടിയായിട്ട് ഇതുപോലെ റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം നിങ്ങൾക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് എടുത്തിട്ട് കുറുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ റാഗിയിലോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു ഇച്ചിരി കരിപ്പൊടി കൂടി ചേർത്തിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ കുറുക്ക് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ റാഗി ഇപ്പോൾ പാലിൽ കുറുക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ മധുരം ഇല്ലാണ്ട് കുറുക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതിലൊരു 2 ടേബിൾ സ്പൂൺ കുറുക്ക് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഇത് ഒരു ഗ്ലാസ് ആ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം കുറുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്കായാലും അല്ലെങ്കിൽ മുതിർന്നവർക്കായാലും ഒരുപോലെ ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിലൂടെ നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നട്ട്സാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സായാലും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലോട്ട് കാഷ് നട്ട്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3-4 അളവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടിയിട്ട് നമ്മളൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വേണം ഈ ഒരു വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് മാക്സിമം നമ്മൾ രാവിലെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. രാവിലെ കുടിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ അവർക്ക് വെറും വയറ്റിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും ഒരു ഗ്ലാസ് കുടിക്കാം. പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ രാത്രിയും കൂടി കിടക്കുന്ന ആ ഒരു ടൈമിലൂടെ ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2 ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ ഒരു 3 കിലോളം നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് ഇത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക്